السلام عليكم ورحمة الله وبركاته. الحمد لله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الأمة وجاهد في سبيل ربه حق جهاده وعبد ربه حتى أتاه اليقين. وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. വിശുദ്ധ ഖുർആനിൽ قال الله عز وجل. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് ഈ വിശുദ്ധമായ ദിവസത്തിൽ പവിത്രമായ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തിന്റെ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതത്തിന്റെ അവശേഷിക്കുന്ന നാളുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തൗഫീഖും പടച്ചവൻ നമുക്കെല്ലാം നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ലോകത്തെല്ലാം അള്ളാഹു ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളാകുന്ന മനുഷ്യർ ശരീരവും ആത്മാവും കൂടിച്ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും. ഇത് രണ്ടും കൂടി സംയോജിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുന്നത്. എന്നെങ്കിലും ഒരു നാൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളുടെ ആത്മാവ് പിരിയുമ്പോൾ ഈ ഭൗതിക ലോകത്തെ ജീവിതം അതോടുകൂടി അവസാനിച്ചു. സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ വിശ്വാസം, മരണം അത് മനുഷ്യന്റെ നാശം അല്ല, മറിച്ച് മുഫാറഖത്തു റൂഹി അൽ ജസദ, ആത്മാവ് ശരീരത്തോട് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു ഘട്ടത്തിനാണ് മരണം എന്ന് പറയുക. ശരീരത്തിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിട്ടുള്ള റൂഹ് ഈ ഭൗതിക ലോകത്ത് വെച്ച് ശരീരത്തിൽ നിന്ന് പിരിയുന്ന ഒരു നേരം, അതാണ് മരണം. ആ മരണത്തോടുകൂടി മനുഷ്യൻ ഇല്ലാതെയാവുന്നില്ല, മറിച്ച് ഈ ദൃശ്യലോകത്ത് നിന്ന് അദൃശ്യ ലോകത്തേക്ക് മനുഷ്യൻ പോവുകയാണ്. ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതെയാവുന്നു. റൂഹ് ശരീരത്തിൽ ഉള്ളിടത്തോളം എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്.
എന്നാൽ എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞാൽ പിന്നെ ആരും എന്റെ പേര് വിളിക്കില്ല. മറിച്ച് എന്താ പറയുന്നത്? മയ്യിത്ത് എപ്പോഴാ എടുക്കുന്നത്? മയ്യിത്ത് എപ്പോഴാ ഖബറടക്കുന്നത്? മയ്യിത്ത് നിസ്കാരം എപ്പോഴാണ്? പിന്നെ അവിടെ പേരില്ല. ആ റൂഹ് പിരിഞ്ഞോടുകൂടി പിന്നെ വെറും ഡെഡ് ബോഡിയായി. മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദുർഗന്ധം വമിക്കും. എന്തുകൊണ്ട്? ശരീരത്തിൽ ആത്മാവില്ലാത്തത് കൊണ്ട്. ശരീരത്തിൽ ആത്മാവില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് പിന്നെ അവരെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ആത്മാവ് ആകാശങ്ങളിലേക്ക് പറക്കുമ്പോൾ ശരീരം മണ്ണിൽ നിന്നുണ്ടായതുപോലെ ആ മണ്ണിലേക്ക് മടക്കപ്പെടണം നിശ്ചിത സമയത്തിന് മുമ്പ്. കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആത്മാവാണ്. എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അതിനും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ ശരീരം പോലെയുള്ള ശരീരം, മറ്റൊന്ന് നമ്മുടെ ആത്മാവ് പോലെയുള്ള ഇബാദത്തിന്റെ ആത്മാവ്. ഏതൊരു മനുഷ്യന്റെയും ഇബാദത്തിന് നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്റെ ശരീരത്തെ കാണുന്നുണ്ട്, നിങ്ങൾ എന്റെ ആത്മാവിനെ കാണുന്നില്ല എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മളുടെ ആത്മാവാകുന്ന ഇഖ്ലാസിനെ ആളുകൾക്ക് കാണാൻ കഴിയില്ല. ഈ ഇഖ്ലാസും ഈ പ്രകടമായ ഈ ഇബാദത്തും കൂടി ചേരുമ്പോഴാണ് ഒരു അമല് സ്വാലിഹ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നു, കൈകെട്ടുന്നു, ഫാത്തിഹ ഓതുന്നു, റുക്ഊ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, ഇതൊക്കെ ഇബാദത്തിന്റെ ശരീരമാണ്. എന്നാൽ ആ ഇബാദത്തിന് ഒരു ആത്മാവുണ്ട്. അത് ഏതാണ്? ഇഖ്ലാസാണ്. അഥവാ ശരീരത്തിൽ ആത്മാവില്ലെങ്കിൽ ശരീരത്തിന് ദുർഗന്ധമുണ്ടാകുമെന്നത് പോലെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്തിൽ ആത്മാവാകുന്ന ഇഖ്ലാസ് ഇല്ല എങ്കിൽ, ആത്മാർത്ഥതയില്ല എങ്കിൽ ആ അമലും ദുർഗന്ധമുണ്ടാകും. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി ഒരു അമല് ചെറുതാകട്ടെ വലുതാകട്ടെ ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ജീവൻ ഉണ്ടാകണം. ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹു തആല സൂറത്തുൽ ബയ്യിനയിലൂടെ നമ്മെ ഉണർത്തുന്നതും അതാണ്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ അല്ലാഹു എന്ന് പറയുന്നവരോടൊപ്പം അല്ലാഹ് പറയുന്നു, നിങ്ങൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. മനുഷ്യനോട് അല്ലാഹു കൽപ്പിക്കപ്പെട്ടത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീന ലഹുദ്ദീൻ. അവിടെയാണ് അല്ലാഹു തആല പ്രധാനമായി എടുത്തു പറഞ്ഞത് അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക. ഇഖ്ലാസ് അതാണ്. അവിടെ ഭൗതികമായ ഒരു നേട്ടങ്ങളും ലക്ഷ്യം വെക്കരുത്. അല്ലാഹുവിന് വേണ്ടി മാത്രം, അവന്റെ ഹൃദയം മുഴുവനും അല്ലാഹ് എന്ന ചിന്ത മാത്രം. ആ നിലയിലുള്ള ഇബാദത്താണ് ജീവനുള്ള ഇബാദത്ത്. ഈ ജീവനാകുന്ന ഇഖ്ലാസ് ഇല്ല എങ്കിൽ എത്ര നല്ല അമലായാലും അത് ദുർഗന്ധം വമിക്കും. ഏതുപോലെ ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ മോശമായി പോയാൽ, ചീത്തയായി പോയാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാവുക, അല്ലെ? മുട്ട ചീഞ്ഞാലുള്ള ദുർഗന്ധം എന്താണ്? പാലും ചീത്തയായാലുള്ള അതിന്റെ മണം എത്ര മോശമായിരിക്കും. എന്നതുപോലെ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത് അത് എത്ര നല്ല അമലാണെങ്കിലും ശരി, ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി ഇല്ല എങ്കിൽ അത് ദുർഗന്ധം വമിച്ചു മാറും. അതിലൂടെ അവരെന്ത് കിട്ടും? നരകം കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്മ എന്നുള്ള നിലയിൽ പ്രകടമായി നോക്കുമ്പോൾ നന്മയാണ്. പക്ഷേ ജീവനാകുന്ന ആത്മാർത്ഥത ഇഖ്ലാസ് അതില്ല എങ്കിൽ അതുകൊണ്ട് അവന് ഫലത്തിന് പകരം അവന് ശിക്ഷയാണ് കിട്ടുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ചെറിയ സൂറത്തല്ലേ, അല്ലെ? സൂറത്തുൽ മാഊൻ നമ്മൾ നിസ്കാരത്തിലൊക്കെ പലപ്പോഴും ഒന്ന് സൂറത്തായിരിക്കും, അല്ലെ? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം. നമ്മൾ മനസ്സിലാക്കി നിസ്കരിക്കാത്തവർക്കാണ് ശിക്ഷ എന്നല്ല, നിസ്കരിക്കുന്നവർക്കാണ് ശിക്ഷ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം, നിസ്കരിക്കുന്നവർക്കാണ് ശിക്ഷ. വൈലിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം നരകത്തിന്റെ ഒരു തട്ടിന്റെ പേര് വൈലെന്നാണ്. ആ വൈലിൽ കടക്കുന്നത് ആരാണ്? നിസ്കാരക്കാരാണ്. അവിടെ കടക്കുന്നത് നിസ്കരിക്കാത്തവരല്ല, നിസ്കാരക്കാരാ.
എന്താണ് ആ നിസ്കാരത്തിന്റെ പ്രശ്നം? എന്താണ്? അവിടെ രണ്ട് പ്രശ്നങ്ങൾ ആ നിസ്കാരത്തിനുണ്ട്. ആ നിസ്കാരക്കാർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ പറഞ്ഞു, ഫാത്തിഹ ഓതി, റുക്ഊ ചെയ്തു, സുജൂദ് ചെയ്യുന്നു, ഭംഗിയായിട്ട് നിസ്കരിക്കുന്നു, കാണുന്നവർക്കൊക്കെ നിസ്കാരക്കാരനാ. പക്ഷേ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവന്റെ ഖൽബ് നിസ്കാരത്തിലില്ല, അവന്റെ മനസ്സിൽ നിസ്കാരമില്ല. അവന്റെ ശരീരത്തിൽ കൈകൊണ്ട് നിസ്കരിക്കുന്നു, അവന്റെ കാലുകൾ കൊണ്ട് നിസ്കരിക്കുന്നു, നാവ് കൊണ്ട് നിസ്കരിക്കുന്നു, പക്ഷേ അവന്റെ മനസ്സ് എവിടെയോ ആണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര നിസ്കരിച്ചാലും ശരി, നിസ്കാരത്തിന്റെ എണ്ണം എത്ര കൂടിയാലും, ഫർളും സുന്നത്തും എത്രയാണെങ്കിലും, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധരാണോ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവന്റെ മനസ്സ് അവിടെ ഇല്ലയോ, അവന് പ്രതിഫലത്തിന് പകരം ശിക്ഷയാണ്. രണ്ടർത്ഥം. ഒന്ന്, ചില നിസ്കാരക്കാരുണ്ട്, നിസ്കരിക്കും പക്ഷെ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ. അങ്ങനെ ഇതിന് ആശയം വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ലെ? മഗ്രിബ് മാത്രം നിസ്കരിക്കുന്നവർ, ഇശാ മാത്രം നിസ്കരിക്കുന്നവർ, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവർ, അവരുടെ പേര് എന്ത് തന്നെ? നിസ്കാരക്കല്ലേ. ചില പയ്യന്മാരെ മാപ്പിളയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ ചോദിക്കുമ്പോ വെള്ളിയാഴ്ചയൊക്കെ പള്ളി പോകുമെന്ന് പറയും. അപ്പൊ അവന്റെ പേര് എന്ത് തന്നെ? നിസ്കാരക്കാരാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. പിന്നെ ചില എല്ലാ മഗ്രിബിനും പള്ളിയിൽ കാണും, പക്ഷെ മഗ്രിബ് മാത്രമേ ഉള്ളൂ. ഇതല്ലേ? ചില ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവല്ലോ, എല്ലാ ദിവസവും അസറും ലോഹറും കൃത്യമായിട്ട് നിസ്കരിക്കും, ഡ്യൂട്ടി ദിവസം. എന്തിനുണ്ടിയാ? ആ സമയത്ത് കിട്ടുന്ന റെസ്റ്റ് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി. പക്ഷെ വെള്ളിയാഴ്ച ലീവാണെങ്കിൽ അന്നത്തെ ജുമ്മ ഉണ്ടാവൂല. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ആ നിസ്കാരം, ശിക്ഷ കിട്ടുന്ന നിസ്കാരത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ആ നിസ്കാരക്കാരുടെ രണ്ടാമത്തെ കുഴപ്പം എന്താണ്? അല്ലദീന ഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണ്. നിസ്കാരമുണ്ട്, പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം, അല്ലെ? ചില സമയങ്ങളിൽ, ചില നേരങ്ങളിലുള്ള നിസ്കാരം, അവനെ ആളുകൾ നിസ്കാരക്കാരാണെന്ന് പറയണം. ഖൽബിൽ നിസ്കാരമില്ല. അതാണ് പറഞ്ഞത്. ഇതൊരൊറ്റ ഉദാഹരണം. നിസ്കാരത്തിന്റെ കാര്യം ഖുർആൻ പറഞ്ഞു. എല്ലാം അങ്ങനെ തന്നെ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, പരലോകത്ത് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, ഫലാ യുശ്രികു ബി ഇബാദത്തി റബ്ബിഹി അഹദ, അവൻ ചെയ്യുന്ന ഇബാദത്തിൽ അല്ലാഹ് അല്ലാത്ത ഒന്നിനെയും അവൻ പങ്കാക്കരുത് എന്ന് പറഞ്ഞാൽ, അവൻ ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിയോ ഒരു ശക്തിയോ എന്റെ ഇബാദത്തിനെ കുറിച്ച് അറിയണമെന്നോ, ഞാൻ നല്ലവനാണെന്ന് പറയണമെന്നോ, ഞാൻ നിസ്കാരക്കാരനെന്നോ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നവനെന്നോ, ഞാൻ ഹജ്ജ് ചെയ്തവനെന്നോ പറയണമെന്ന് അവൻ ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ അത് ശിർക്കായി. ഷിർക്ക് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് എന്നല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിനെ മറ്റുള്ളവരും കൂടി അറിയണം, കാണണമെന്നുള്ള ആഗ്രഹം അവന് വന്നുപോയി. അതാണ് വലാ യുശ്രിക ബി ഇബാദത്തി റബ്ബിഹി അഹദ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ നാളെ പരലോകത്ത് ദുനിയാവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം ചെയ്ത 3 ആളുകളെ അള്ളാഹു മഹ്ശറയുടെ മുറ്റത്ത് കൊണ്ടുവരും. അതിൽ ഒന്ന് രക്തസാക്ഷിയാണ്. എന്താണ് രക്തസാക്ഷിയുടെ മഹത്വം? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി. 2, ഒരു വലിയ പണ്ഡിതനാണ്, വലിയൊരു പ്രവാചകനാണ്. 3, വലിയ സമ്പന്നനായിട്ട് ആ സമ്പത്ത് മുഴുവനും ധർമ്മം ചെയ്ത മനുഷ്യനാണ്. 3 പേരെയും മഹ്ശറ മുറ്റത്ത് കൊണ്ടുവരും. അല്ലാഹു തആല രക്തസാക്ഷിയോട് ചോദിക്കും, നിന്റെ ജീവൻ എന്തിനാണ് നീ കളഞ്ഞത്? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഞാൻ സമരം ചെയ്തു, നിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഞാൻ ഘോര യുദ്ധം ചെയ്തു, എന്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ നിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തു, ഞാൻ ഷഹീദായി റബ്ബേ. അല്ലാഹു തആല പറയും, കദബത, എടാ നീ പറഞ്ഞത് കള്ളമാണ്. ഞെട്ടിപ്പോവില്ലേ? ആളുകളൊക്കെ രക്തസാക്ഷി ദിനം ആചരിച്ചു അയാൾക്ക് വേണ്ടി. ഓരോ വർഷം വരുമ്പോഴും, അല്ലെ, അബ്ദുറഹ്മാൻ രക്തസാക്ഷി ദിനമെന്ന് പറഞ്ഞിട്ട് ആചരിച്ചിട്ടുണ്ട്. കാലം മുഴുവനും അയാൾ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹു തആല പറയും, കദബത, നീ പറഞ്ഞത് കള്ളമാണ്.
എന്താണ് റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ രക്തസാക്ഷിയായത്, നിന്റെ ദീനിന് വേണ്ടിയല്ലേ ഞാൻ എന്റെ ജീവൻ കൊടുത്തത്. പക്ഷേ അങ്ങനെയാണ് നീ ധരിച്ചത്. പക്ഷേ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു, നിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നീ ജീവൻ കൊടുത്ത് രക്തസാക്ഷിയാകുമ്പോൾ നാട്ടുകാർ മുഴുവനും പറയണം നീ വലിയൊരു ധീരനായിരുന്നു, നീ ഒരു ധീരത രക്തസാക്ഷിയാണ്, നീ ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുത്തു എന്നൊക്കെ നാട്ടുകാർ മൈക്ക് വെച്ച് കെട്ടി പറയണമെന്ന് നീ ആഗ്രഹിച്ചു പോയല്ലോ. അതൊക്കെ ദുനിയാവിൽ ഒരുപാട് പറഞ്ഞു പോയി. ഇവിടെ എന്റെ അടുക്കൽ നിനക്കൊരു പ്രതിഫലവുമില്ല. ഇന്ന് നിനക്കുള്ളത് നരകമാണ്, അങ്ങോട്ട് വെക്കോ. സുബ്ഹാനല്ലാഹ്. പണ്ഡിതരെ കൊണ്ടുവരുമത്രേ, ഓരോരോ പ്രഭാഷണങ്ങൾ നടത്തി, ഒരുപാട് ആളുകൾ ലക്ഷങ്ങളുടെ മുമ്പിൽ പ്രഭാഷണങ്ങൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി. ആളുകളൊക്കെ ഞെട്ടിപ്പോയി, വലിയ പ്രഭാഷകനാണെന്ന് പറഞ്ഞു. അവന്റെ ശ്രുതിമാധുര്യം കൊണ്ട് ആളുകളെ എല്ലാം ആകർഷിപ്പിച്ചു. അവന്റെ പ്രഭാഷണങ്ങൾ ഹൃദയഹാരിയായിരുന്നു. പക്ഷേ പരലോകത്ത് വരുമ്പോൾ അല്ലാഹു ചോദിക്കും, ഞാൻ നിനക്ക് ഇൽമു തന്നു, നിനക്ക് വലിയ അറിവ് തന്നു, നീ വലിയ പണ്ഡിതനായി, അതിനു വേണ്ടി നീ എനിക്ക് എന്ത് ചെയ്തു? അവൻ മറുപടി പറയും, അല്ലാഹുവേ, എത്രയോ വേദികളിൽ ഞാൻ പ്രസംഗിച്ചു, വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഞാൻ ഓടി നടന്നു, ഞാൻ എന്റെ വാക്കുതോരികൾ കൊണ്ട് നിന്റെ ഇസ്ലാമിന്റെ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു കൊടുത്തു, ഞാൻ വലിയ പ്രഭാഷകനായി ലോകത്ത് ജീവിച്ചവനാ. അല്ലാഹു പറയും, ശരിയാണ്, പക്ഷേ നീ ഓരോ പ്രസംഗങ്ങൾ നടത്തുമ്പോഴും, നീ ഓരോ വാദം പറയുമ്പോഴും, നീ ഓരോരുത്തർക്ക് ഓരോ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോഴും നിന്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു, ആഗ്രഹം എന്തായിരുന്നു? നാട്ടുകാരൊക്കെ നിന്നെ കുറിച്ച് വലിയ പ്രഭാഷകനാണെന്ന് പറയണമെന്നായിരുന്നു, നീ വലിയ അറിവുള്ളവനാണ്, പണ്ഡിതനാണെന്ന് നാട്ടുകാർ പറയണമായിരുന്നു. നിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ആഘാതം കണ്ടിട്ട് അവരൊക്കെ നിനക്ക് പല പേരിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം ദുനിയാവിൽ നിനക്ക് എന്റെ എല്ലാ പുരസ്കാരങ്ങളും കിട്ടി, എല്ലാ വേദികളിലും അതിനുള്ള നിനക്ക് ആദരവ് കിട്ടി, അതെല്ലാം അവിടെ വെച്ച് തീർന്നു കഴിഞ്ഞു. ഇവിടെ നിനക്ക് എന്റെ അടുക്കൽ ഒരു പ്രതിഫലവുമില്ല. അതുകൊണ്ട് നിനക്കും അഭയസ്ഥാനം നരകമാണ്, നരകമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ഈ പറയുന്ന എനിക്കും ഇത് ബാധകമാണ്, എല്ലാവർക്കും ഇത് ബാധകമാണ്. മൂന്നാമത് വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യനെ കൊണ്ടുവരും. അല്ലാഹു ഭൂമിയിൽ അവന് സമ്പത്ത് കൊടുത്ത് പരീക്ഷിച്ചവനാ. പക്ഷേ സമ്പത്ത് കൊണ്ട് അവൻ ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ ആഡംബരങ്ങളും ആർഭാടങ്ങളും കാണിച്ചു തീർത്തിട്ടില്ല. അവൻ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് രോഗികളെ അവൻ ചേർത്ത് പിടിച്ചു, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. എല്ലാം ചെയ്ത് സമ്പത്ത് ദീനിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചവനാ. അവനെയും മുറ്റത്ത് നിർത്തിയിട്ടല്ല ചോദിക്കും, ഞാൻ നിനക്ക് തന്ന സമ്പത്ത് കൊണ്ട് നീ എന്ത് ചെയ്തടാ? അവൻ ദുനിയാവിൽ ചെയ്തതൊക്കെയും വിളിച്ചു പറയും റബ്ബിനോട്. അല്ലാഹു പറയും, ശരിയാണ്, നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊക്കെ നിന്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു? നാട്ടുകാരൊക്കെ നിന്നെ കുറിച്ച് വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയണം. അത് നീ ചെയ്ത സ്വതക്കകളും ദാനധർമ്മങ്ങളും ആളുകൾ കണ്ടിട്ട് നിന്നെ ആളുകൾ ആദരിക്കണം, ബഹുമാനിക്കണം, ആളുകൾ നിന്നെ കുറിച്ച് നല്ല വാക്ക് പറയണം. അത് നിന്റെ ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി നീ ഒരുപാട് പരസ്യം ചെയ്തവനാ. അതെല്ലാം ദുനിയാവിൽ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അടുക്കൽ ഇവിടെ നിനക്ക് തരാൻ ഒരു നന്മയുമില്ല, എനിക്ക് വേണ്ടി നീ ഒരു നന്മയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിന്റെയും അഭയസ്ഥാനം നരകമാണ്, നരകമാണ്. അല്ലാഹു പറയുമത്രേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ അമല് അത് ജീവനുള്ള അമലാകണം. ആ ജീവനുള്ള അമല് ചെയ്താൽ പിന്നെ അവന് പേടിക്കണ്ട, അവന്റെ അമലിനെ കൊള്ളയടിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല, അവന്റെ ഇഖ്ലാസിനെ തകർത്ത് കളയാൻ ഒരാൾക്കും കഴിയുകയില്ല, പിശാചിന് പോലും അവന്റെ ഇഖ്ലാസിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. അവന്റെ ഇഖ്ലാസിന്റെ വലിപ്പം അത് അല്ലാഹു മാത്രം അറിയുന്നതാണ്. സിർറും മിൻ സിറ്റി അൽ ഇഖ്ലാസ് സിർറും മിൻ സിറി. ഇഖ്ലാസ് എന്നുള്ളത് അത് എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. അതൊരു ശൈത്താനും കണ്ടിട്ട് പാഴാക്കാൻ കഴിയില്ല, ഒരു മലക്കനും കണ്ടിട്ട് എഴുതി വെക്കാനും കഴിയില്ല. അതുകൊണ്ട് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഒരു വഖത്ത് നിസ്കരിച്ചാലും 5 വഖത്ത് നിസ്കരിച്ചാലും 10 ഹജ്ജ് ചെയ്താലും 1 ഹജ്ജ് ചെയ്താലും 1 ഉംറ ചെയ്താലും 100 ഉംറ ചെയ്താലും അതിനൊക്കെ ജീവൻ വേണോ? ഇഖ്ലാസ് ഉണ്ടാകണം. കൈകെട്ടിയിട്ട് നമ്മൾ അതാ പറയുന്നത്. ആദ്യം കൈകെട്ടി നമ്മൾ പറയും, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
അള്ളാഹുവേ, ഞാൻ എത്ര നിസ്കരിച്ചാലും എത്ര വലിയ സുഹൃതങ്ങൾ ഞാൻ ചെയ്താലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതെല്ലാം നാട്ടുകാരെ കാണാൻ വേണ്ടിയല്ല, വീട്ടുകാർക്ക് വേണ്ടിയല്ല, എന്റെ രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഇത് കിട്ടിയവൻ വിജയിച്ചു. അള്ളാഹു നമ്മുടെ അമലുകളെയൊക്കെ ഇഖ്ലാസ് ഉള്ളതാക്കുമാറാകട്ടെ. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വർത്തമാന കാലത്ത് നാം ജീവിക്കുമ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ നന്മകളും, അത് ഇബാദത്തുകളാകട്ടെ, പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങളാകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാം ആത്മാർത്ഥതയില്ലാത്ത, ജീവനില്ലാത്ത പ്രവർത്തനങ്ങളായി മാറുന്നൊരു കാലമാണ്. ഈ ഒരു ദുർവിധി മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, ഏത് രംഗത്തെടുത്താലും ആത്മാർത്ഥതയില്ല. പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് പൊതുസേവനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ചാരിറ്റികളുണ്ട്. പക്ഷേ അതൊക്കെയും പേരിനും പ്രശസ്തിക്കും വേണ്ടി ആയി മാറുന്നൊരു കാലത്താണ്. ഇവിടെയാണ് ഇഖ്ലാസിന്റെ പ്രസക്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? അതിന് പ്രശസ്തിയുടെയും പരസ്യത്തിന്റെയും ആവശ്യമില്ല. പരസ്യവും പ്രശസ്തിയും ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും വേണ്ട. ദാനധർമ്മം ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നിർബന്ധമായ സക്കാത്ത് നിർവഹിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പരസ്യമായി ചെയ്യാം. കാരണം എന്തുകൊണ്ട്? സക്കാത്ത് അതൊരു സാമൂഹ്യമായ ബാധ്യതയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ്. അത് രഹസ്യമായി ചെയ്താൽ നാട്ടിൽ സക്കാത്ത് നടക്കുന്നില്ല എന്ന് ആളുകൾ മനസ്സിലാക്കും. നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അതിന്റെ ഒരു ലക്ഷ്യം നാട്ടിൽ നിസ്കാരക്കാരുണ്ട് എന്നറിയണമല്ലോ. എന്നതുപോലെ സക്കാത്ത് അത് പരസ്യമായി ചെയ്യാം. കാരണം മറ്റുള്ളവർ അറിയണം, ഇസ്ലാമിക സൊസൈറ്റിയിൽ ഇങ്ങനെ സക്കാത്ത് ഒരു സംവിധാനമുണ്ട്, അത് ഉള്ളവർ കൊടുക്കേണ്ടതാണ്, ഇല്ലാത്തവർക്ക് ലഭിക്കേണ്ടതാണ് എന്ന് നാട്ടുകാർ അറിയണം, ജനങ്ങൾ അറിയണം. അതുകൊണ്ട് നിർബന്ധമായ സക്കാത്ത് പരസ്യമായി ചെയ്യാം. പക്ഷേ സുന്നത്തായ ദാനധർമ്മങ്ങളോ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബത്തിന്റെ ജീവിതത്തിന്റെ ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. സഹാബാക്കൾ അവർ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്തത് പാതിരാത്രിയുടെ കൂരിരുട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് പൈസയുമായിട്ട് വരും, തഹജ്ജുദ് നിസ്കാരത്തിന് പള്ളിയിൽ വരും. കൂരിരുട്ടല്ലേ, ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, പള്ളിയിൽ വലിയ വെട്ടമില്ലല്ലോ. ആ കൂരിരുട്ടിൽ അവർ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ പള്ളിയുടെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ പാവപ്പെട്ടവർ കാണും. അവരുടെ അടുത്ത് അവർ കൊണ്ടുവന്ന ക്യാഷും കിട്ടും, വെച്ചു കൊടുക്കും. എന്നിട്ട് അവർ എടുക്കുന്ന ആള് പോലും അറിയാതെ അവർ സ്ഥലം വിടും. അങ്ങനെയല്ല ഒരു സഹാബി രാത്രി ഇതുപോലെ പാതിരാത്രി കൊണ്ടുവന്ന പൈസ അടുത്തതുപോലെ മദീന പള്ളിയിൽ ഒരാളിന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചുപോയി. സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ആ കാശ് മകൻ കൊണ്ടുവരുന്നു. തർക്കമായി രണ്ടുപേരും കൂടി, ഇത് ഞാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാളിന്റെ അടുത്ത് കൊണ്ടുവച്ചതാണ്, നിന്നെ ഉദ്ദേശിച്ച് ഞാൻ തന്നതല്ല. ആ മകൻ പറഞ്ഞു, വാപ്പാ എനിക്കെന്തായാലും പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിരിക്കുകയായിരുന്നു, അപ്പൊ എനിക്ക് അല്ലാഹു തആല തന്നതാണെന്ന്. രണ്ടുപേരും ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബിയുടെ അടുക്കലെത്തി തർക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഒരാളും അറിയാതെ ചെയ്ത ദാനധർമ്മം, അത്രയും ഇഖ്ലാസോടുകൂടി ചെയ്ത ദാനധർമ്മം, അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ മകൻ അല്ലാഹുവിനോട് അവന്റെ ദാരിദ്ര്യവും പ്രയാസങ്ങളും പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവന് കൊടുത്തതാണ്. രണ്ടുപേർക്കും അതിന്റെ ഫലമുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് പ്രിയമുള്ളവരെ, ജീവനുള്ള അമല് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാ. അത് ആ കൂട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരോ അറിയാൻ വേണ്ടിയുള്ളതല്ല. അത് ദാനധർമ്മങ്ങളാകട്ടെ, നിസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ. പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലമെല്ലാം ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം, എല്ലാത്തിൽ നിന്നും ആത്മാർത്ഥത എന്ന് പറയുന്ന ജീവൻ എടുത്തു പോയിട്ടുണ്ട്. ഒന്നിനും ആത്മാർത്ഥതയില്ല. തമ്മിലുള്ള സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ആത്മാർത്ഥതയില്ല, കുടുംബക്കാർ തമ്മിലുള്ള ഇടപെടലുകളിൽ ആത്മാർത്ഥതയില്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയില്ല, മതത്തിൽ ആത്മാർത്ഥതയില്ല. വലിച്ചു നോക്കിയും അല്ലെ, വഞ്ചി പൊട്ടിച്ചു കൊണ്ടുപോകുന്ന മുസ്ലിമീങ്ങൾ തന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഏറ്റവും നല്ല ചെരുപ്പ് ഏതാണെന്ന് നോക്കും എടുത്തുകൊണ്ട് പോകുന്നവർ. പള്ളിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? നിസ്കരിക്കാൻ വേണ്ടിയാണ്.
അല്ലെ? കൈകെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അടുത്തവന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോകും. എത്രയുണ്ട് CCTV ക്യാമറ റഖീബാണ് പിടിക്കുന്നത് ഇപ്പൊ അതൊക്കെ, അല്ലെ? എത്രയോ പള്ളികളിൽ ആയിരക്കണക്കിന് ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ എത്രയോ പാവങ്ങളുടെ ചെരുപ്പ് നഷ്ടപ്പെടും. അവിടെ ഒരു ഹിന്ദു സഹോദരൻ ചെരുപ്പ് എടുക്കാൻ വരൂലല്ലോ, ഒരു ക്രിസ്ത്യാനിയും വരില്ല, ഒരു മതമില്ലാത്തവന് വരില്ല. അപ്പൊ അവിടെ നിന്ന് പോകുന്ന ആരുടെ കയ്യിലൂടെ ആയിരിക്കും? അതാണ് പറഞ്ഞത്, മതത്തിന്റെ ഉള്ളിൽ ചർച്ചകളിൽ മോഷ്ടിക്കുന്നവർ, വഞ്ചിയിൽ നിന്ന് പണമെടുത്തിട്ട് കണക്കെഴുതാത്ത കമ്മിറ്റിക്കാർ, പള്ളിയിലേക്ക് വരുന്ന സമ്പത്തിനെ കൊള്ളയടിച്ചുകൊണ്ടുപോകുന്ന കമ്മിറ്റിക്കാർ, എത്രയും നമ്മൾ ഓരോരുത്തർ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ചർച്ചകളിൽ നിന്ന് കൊണ്ടുപോകുന്ന, ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന സ്വർണം ആരും കാണാതെ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന, ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സ്വർണവും അവിടെയുള്ള വിലപിടിപ്പുള്ള സംഗതികളും ആരാണോ സൂക്ഷിക്കേണ്ടത്, അതിനെക്കുറിച്ച് പവിത്രമായി ആരാണോ കൂടുതൽ വിശ്വസിക്കേണ്ടത്, അവർ തന്നെ എന്ത് ചെയ്യുകയാണ്? പാതിരാത്രിയുടെ മറവില് കൊണ്ടുപോവുകയാണ്. അതിന്റെ കേസും കോലാഹലങ്ങളും നിയമസഭ സ്തംഭിക്കലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏതെങ്കിലും ഒരു മതത്തെയോ രാഷ്ട്രീയ പാർട്ടികളെയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ പറഞ്ഞുകൊണ്ടല്ല, ഇതെല്ലാം സമൂഹത്തെ കാർന്നു നിന്നിരിക്കും. അത് പാർട്ടി വ്യത്യാസമില്ല, മതത്തിന്റെ വ്യത്യാസമില്ല, സമുദായത്തിന്റെ വ്യത്യാസമില്ല, എല്ലാവരെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരം അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച ആത്മാർത്ഥത, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണെങ്കിൽ അള്ളാഹുവിന് ഭയമുണ്ടാകും. അതില്ല എങ്കിൽ ഇതുപോലെയുള്ളതെല്ലാം ജീവിതത്തിൽ എല്ലാ തിന്മകളും വന്നുകൊണ്ടിരിക്കും. ഒരു ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മനസ്സ് നന്നാവണ്ടേ? ഒരു നിയമ സംഹിതയ്ക്കും ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല, ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആർക്ക് മാത്രം? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിന്റെ ജീവിതത്തിലും ഏതൊരാളിനും വിജയം വേണോ? ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. ഇഖ്ലാസ് ഉള്ളവനെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ആത്മാർത്ഥമായി ജീവിക്കുന്നവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതല്ലേ ഗസയുടെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തോളമായി, കൃത്യം പറഞ്ഞാൽ 730 ദിവസമായിട്ടുണ്ടെന്ന് ഇസ്രായേൽ അധിനിവേശ ഭരണകൂടം പാവപ്പെട്ട ഗസക്കാർക്കെതിരെ തുടങ്ങിയ ആ ആക്രമണം, ആ വംശഹത്യ തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുമ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്താണ്? ആരാണ് വിജയിച്ചത്? ഒരുപാട് നഷ്ടം ഗസയിലെ മക്കൾക്ക് സംഭവിച്ചു. 92% വീടുകളും അവർ നശിപ്പിച്ചു. ഒരൊറ്റ ഹോസ്പിറ്റൽ ഇന്ന് ഗസയുടെ മണ്ണിലില്ല, ഒരൊറ്റ വിദ്യാലയം ഇന്ന് ഗസയുടെ മണ്ണിലില്ല, നല്ല കേടുപാട് വരാത്തൊരൊറ്റ വീട് അവിടെ ഇല്ല, സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്നൊരു വീട് ഗസയുടെ മണ്ണിലില്ല. എല്ലാം ഫലസ്തീനികൾക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ വിജയിച്ചതാരാണ്? ഫലസ്തീനികളാണ്. ഇന്നവർ ഇസ്സത്തിന്റെ കൊട്ടാരങ്ങളിലാണ്. തലചായ്ക്കാൻ വീടുകളില്ലെങ്കിലും ഇന്ന് ഗസയുടെ മക്കൾ ഇസ്സത്തിന്റെ കൊട്ടാരത്തിലാണ്. അവരുടെ തലയിൽ നിന്ന് കിരീടമാണ്. യഹ്യാ സിൻവാർ എന്ന് പറയുന്ന പോരാളി ഹമാസിന്റെ നമ്മൾ കണ്ടില്ലേ? ആ ഇസ്രായേലിന്റെ റോഡിന് നേരെ കയ്യിലിരുന്ന വടി കൊണ്ട് അവൻ പ്രതിരോധിച്ച് ഷഹീദായ യഹ്യാ സിൻവാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹമാസുമായി ഉടമ്പടി നടത്താതെ ഒരിക്കലും ഇസ്രായേലിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിലേക്ക് എത്തിക്കഴിഞ്ഞു. വെറും 20 ബന്ദികൾക്ക് വേണ്ടി 2000 തടവുകാരെ മോചിപ്പിക്കേണ്ട ഗതികേട് ഇന്ന് ഇസ്രായേലിന് വന്നിട്ടുണ്ട്. നെതന്യാഹു യുഎന്റെ പൊതുസഭയില് എത്രയോ രാജ്യങ്ങൾ കൂകി വിളിച്ചത് കേൾക്കേണ്ടി വന്ന നെതന്യാഹുവിനെ സ്വന്തം രാജ്യത്തിന്റെ പോലും സ്വന്തം അനുയായികളുടെ മുമ്പിൽ പോലും തലകുനിക്കേണ്ടി വന്നെങ്കിൽ എവിടെയാണ് ഇവിടെ വിജയിച്ചത്? അത് ഗസയിലെ മക്കളുടെ മനോധൈര്യമാണ്. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാസ്. അതിന് പറയുന്ന പേരാണ് ഇഖ്ലാസ്. മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു, സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ പടവാളം എന്നറിയപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവരിലേക്ക് ഒരു കത്തെഴുതി വിട്ടു. മിൻ ഖാലിദ് ബിനുൽ വലീദ് ഇന്നാ നഅതീക ബിഖൗമിൻ യുഹിബ്ബൂനൽ മൗത കമാ തുഹിബ്ബൂനൽ ഹയാ. ഏ പേർഷ്യയുടെ രാജാവേ, ഇതാ എന്റെ ഒരു സൈന്യം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എങ്ങനെ സൈന്യമെന്നറിയുമോ? നിങ്ങൾ എപ്രകാരമാണോ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ മരണത്തെ കൊതിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് മരണത്തെ കൊതിക്കുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയുകയില്ല.
മരണത്തെ ഭയമില്ലാത്ത ഒരു സമുദായത്തെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഗസയുടെ മക്കൾക്ക് മരണത്തെ പേടിയില്ല. 70,000 ആളുകളെ കൊന്നു തീർത്തിട്ടുണ്ട് ആ ഭീകരന്മാരായ ഇസ്രായേൽ നെതന്യാഹുവിന്റെ സൈന്യം, 70,000 പേരെ. പക്ഷേ ഗസയുടെ മക്കൾ പരാജയപ്പെട്ടിട്ടില്ല. കാരണം അവർക്ക് മരണം പേടിയില്ല. തോക്ക് ചൂണ്ടുന്നവന്റെ മുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ധൈര്യത്തോടെ നിൽക്കുന്ന 7 വയസ്സുള്ള മക്കളുടെ ചിത്രങ്ങൾ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈമാനിന്റെ ശക്തിയാണ്. നമുക്കില്ലാതെ പോയി. ഇതൊക്കെ പറയാനല്ലേ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ആ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് കിട്ടിയതും ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. ആ ജനിച്ച മണ്ണിനോടുള്ളവരുടെ ഖുർആൻ. അല്ലാഹു തആല വെടിയൊച്ചകൾ നിലച്ചിട്ടുണ്ട് ഫലസ്തീനിന്റെ മണ്ണിൽ. അത് എന്നേക്കും അല്ലാഹു തആല നിർത്തലാക്കുമാറാകട്ടെ. സമാധാനം ആവശ്യമാണ്. ഇസ്രായേൽ ഒരാഴ്ച കൊണ്ട് ഹമാസിനെ നശിപ്പിച്ച് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ദുർമോഹത്തിൽ ആരംഭിച്ച യുദ്ധം 2 ആഴ്ചയല്ല 2 വർഷം കഴിഞ്ഞിട്ടും ഒരൊറ്റ ബന്ദിയെ പോലും അവർക്ക് ജീവനോടെയോ ജീവനില്ലാതെയോ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തിങ്കളാഴ്ച കൈമാറുന്ന 48 പേരിൽ 28 പേരും മരിച്ചു, സ്വാഭാവികമായി മരിച്ചു. ബാക്കി 20 പേരെ ജീവനോടെ ഹമാസ് അവർക്ക് കൊടുക്കുകയാണ്. പകരം വർഷങ്ങൾക്ക് മുമ്പ് അവർ തടവിലാക്കിയ കുഞ്ഞു മക്കളെ ഉൾപ്പെടെയുള്ള 2000 പേരെ ഇസ്രായേൽ മോചിപ്പിക്കുകയാണ്. ഇതാണ് ഹമാസിന്റെ വിജയം. ഇതാണ് ഗസയുടെ മക്കളുടെ വിജയം. അല്ലാഹു തആല എന്നും നിലനിർത്തുമാറാകട്ടെ.